രണ്ടെണ്ണം തിന്നതേ ഉള്ളൂ. ബാക്കി പൊഴിഞ്ഞ് അവിടെ വെച്ച് പിന്നെ മരിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് എടുത്ത് കളഞ്ഞത്. തനിക്കൊന്നും പറ്റില്ല, അത് കഴിക്കില്ല. ഞാൻ കഴിക്കരുത്. ഇത് പറഞ്ഞ യവൻ കഴിച്ചോടനെ യവന്റെ അല്ല, എനിക്ക് ആവശ്യമില്ല. അങ്ങനെയല്ല ചന്ദ്രക്ക് ഇത് എനിക്ക് അങ്ങനെ ഫുഡിന് പ്രത്യേക എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണോ? ഇത് ബെസ്റ്റ് സാധനമാണ് ഈ കക്കയും ഇതേപോലെ ഇപ്പോഴും ഇത് വയലിൽ ഇതടിക്കുന്നതുകൊണ്ട് നത്തങ്ങ ഉണ്ടാവില്ല. മുന്നോട്ട് ദോഷമുണ്ട്. എടുക്കില്ല. അവിടെ ആമയൊക്കെ ഉണ്ടല്ലോ. ആമ ഏതോ ഒരു ആമ തിന്നൂല്ല. കറുത്തതാണോ വെളുത്തതാണോ എന്നറിയില്ല. ഇല്ല, അത് വൃത്തിട്ടാമയാണ്. വെള്ളയാണോ കറുപ്പാണോ എന്തോ. ഇതിൽ രണ്ടു തരം ഉണ്ട്. ഏതാ ഒന്നിനാണ് കഴിക്കുന്നത്. പിന്നെ 1 ലക്ഷം രൂപയുള്ള ആമയോ ഉണ്ട്. നക്ഷത്രാമയാ? അതിന് 1 ലക്ഷം രൂപ. കണ്ട ഈ പരത്തിലുള്ള കറങ്ങുന്നതിന് വേണ്ടിയാണ്. ജടായി വന്നുകൊണ്ട് സ്ഥലമല്ലേ അതൊരു പരത്തിന്റെ ഭാഗത്തുള്ള പക്ഷിയല്ലേ? അല്ല, അതിന്റെ സങ്കടത്തില് അത് മറ്റേ ഗ്ലൈഡറിൽ അടിക്കണമെങ്കിൽ പിന്നെ ഒരു നില വിളി യാത്രയില്ല, നിലവിലാണ് ചെന്ന് വീഴണത്. അതുപോലെ ഇരിക്കണം ഇങ്ങനെ. ആടാ കുഞ്ഞോട്ട് ഇവന്റാണ്. ഡിസൈൻ ആയിരുന്നല്ലേ? അല്ല, പണി തീരാൻ നേരത്ത് നല്ല ഇത് നമ്മളിതുവരെയും കണ്ടില്ല. ഇത് മേൽക്കൂരട്ടല്ലേ? സംഭവം താൻ പറയുന്ന സ്ഥലം ഇതല്ല. വേറെ ഒരുപാട് മരുന്നൊന്നും ഇല്ലല്ലോ പണ്ട് ചേട്ടാ. അതിവിടെ വീണത്. പോടാ, അത് ഇതോട്ട് ബന്ധമൊന്നുമില്ല. ഹനുമാൻ ലങ്കേജ് ചെന്നിട്ടാണ് മറ്റേ തീ പിടിക്കാൻ ശ്രമിച്ചു. വാലിൽ തീയിട്ടിട്ട് അവിടെയൊക്കെ ഓടിയാണ്. ഇനി അങ്ങ് ഇറങ്ങാൻ പറ്റുമോ? എന്ത് വലിയ പാടാണ്. ഇറങ്ങാൻ കുഴപ്പം. ഒരു ഫുൾ അടിച്ചതൊക്കെ ആയി. അത് ഇരുന്നിരുന്ന് കയറിയാ മതി, കുഴപ്പമൊന്നും. കാളിമലയിൽ ഇപ്പൊ കേറിയില്ലേ, അത് ട്രെയിൻ 1.5 മണിക്കൂർ നടക്കണം. ഇങ്ങനെ ജിമ്മ കണ്ടിന്യൂസ് ഇതേപോലെ നടക്കേണ്ടി വരും. അല്ല, നമുക്ക് ഇരിക്കണം. നമ്മളാരും വലിച്ചിട്ട് പോകില്ല, ഇരുന്നിരുന്ന് കയറിയാ മതി. അവിടെ കേറിയ ഒരു സുഖം തന്നെ. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് കേട്ടത് അന്നാളൊരിക്കാൻ പറഞ്ഞത് തന്നെ. ഞാൻ എന്റെ ആന്ത്രാണ കല്ല് പൊട്ടിപ്പോയി. എന്റെ മുഖം ഒരുമാതിരിയായി. അപ്പോഴത്തേക്ക് ഇവൻ പറയണ്, നിനക്ക് വയ്യെങ്കിൽ നമുക്ക് താഴെ ഇറങ്ങാം, ഇവിടെ കയറണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് അപ്പം എന്തായാലും നമ്മളൊരു യാത്ര തിരിച്ചു പോണ പരിപാടിയില്ല. അപ്പൊ 1-2 സ്റ്റെപ്പ് കയറിയപ്പോ ഞാൻ വിചാരിച്ചു ഇതിപ്പോ യവന്മാർക്ക് ജോലിയാവും, ഞാൻ തീരെ ചെയ്യും, ഇത് ഇറക്കാൻ പറ്റില്ല, ബോഡി നമുക്ക് പന്നി കൊടുക്കാൻ പറഞ്ഞു എന്നുള്ള ചിന്തയായി. അപ്പോഴും അവൻ പറയണ്, അതാണ് തിരിച്ചിറങ്ങിയപ്പോ പറയണു, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ കൂടെ എനിക്ക് ഇറങ്ങാലേ. അത് അഡ്വഞ്ചറായിട്ട് കാണിച്ചിട്ട് നമ്മള് അവന്റെ സുഖം തറ കളന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? ഇതിപ്പോ രാത്രി
പാറ കയറണം, എങ്ങനെ കയറും എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദുഷ്യന്തോ അതില്ല. ഇതൊക്കെ നമ്മള് പ്ലാനിങ് ഒന്നുമില്ല, പെട്ടെന്ന് ചാടി വിടാറുണ്ട്. ഞാൻ ഇപ്പൊ ഇറങ്ങിയത് എന്റെ വീട്ടില് മോളെ സ്കൂളിൽ വിടാം, രാവിലെ ഒന്ന് പ്രോഗ്രാം സാറില്ല. അല്ല വണ്ടത്തിന്റെ അവിടെ പോയിരിക്കുന്നു. ഇല്ലേ ഞാൻ നേരെ വീട്ടിൽ പോയതല്ലേ ഉള്ളൂ, സ്കൂളിൽ പോയിട്ട്. അല്ലെ കൂടിയതോ വഴികൾ പോയി. കട ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ, കട ഉണ്ടെന്ന് ഇവിടെ അയാള് പറഞ്ഞേ ഉണ്ടെന്ന്. അല്ലല്ല മേളിൽ കട ഉണ്ടെന്ന് പറഞ്ഞു. വെള്ളം ചേർത്ത് കിട്ടുന്നു. പിള്ളേരൊക്കെ സംസാരിച്ചു പാലക്കാട് അവിടെ കാണും. ഇവിടെ കത്തി വെക്കാം. അവിടെ തുറന്നു തുടങ്ങിയില്ല പണി. നമ്മൾ ഭാര്യയും കെട്ടിച്ച് വിട്ടിട്ട് വന്നിരിക്കുക. ആശ ഇരിക്കും നോക്കിയേ. ക്യാമറ കിട്ടിയാ ഇങ്ങനെ വയ്യ സംസാരിക്കാൻ പോയ ഉറങ്ങുമോ? അത് ശരി ഉറങ്ങും പിന്നെ കുറച്ചൊക്കെ. എന്നിട്ട് ഉരുണ്ടോട് താഴെ പോയിരുന്നാ മതി. ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അവിടെ വിചാരിക്കും ഞാനാണ് വിളിച്ചോണ്ട് തട്ടിയെന്ന് വിചാരിക്കും അല്ലേ? കാരണം വഴിയൊക്കെ അല്ലേ ഇവിടെയാ താഴെ നമ്മളിരുന്ന പാറയിലൊക്കെ. ഉണക്ക സമയത്ത് അല്ലെ മറ്റേ സമയത്ത് നല്ല ഗ്രീനിഷ് ആയിരിക്കും. കയറാനും പറ്റില്ല. എവിടെ അത് നേരത്തെ